നമുക്ക് ഐ സി വോൾട്ടേജ് റെഗുലേറ്ററാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 3 ടെർമിനൽ ഫിക്സ്ഡ് വോൾട്ടേജ് റെഗുലേറ്റർ. So as the name suggests, the 3 terminal voltage regulators have three terminals, namely input Vin, which is unregulated, regulated output, and a common or ground terminal. അപ്പോൾ നമ്മളൊരു വോൾട്ടേജ് റെഗുലേറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻപുട്ട് ടെർമിനൽ ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ടെർമിനൽ ഉണ്ടാവും, ഒരു ഗ്രൗണ്ട് ടെർമിനൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് ഇൻപുട്ട് ടെർമിനൽ? ഇതൊരു അൺറെഗുലേറ്റഡ് ഇൻപുട്ടും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു റെഗുലേറ്റഡ് ഔട്ട്പുട്ടും ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ രണ്ട് കപ്പാസിറ്റൻസിൻ്റെ റോൾ എന്നൊക്കെ നമുക്ക് പറയാം. സോ ദ കപ്പാസിറ്റർ സി ഇൻ represent is required if the regulator is located at appreciable distance more than 5 cm from the power supply filter. അത് ഏകദേശം ഒരു കൗണ്ട് പറയുകയാണ്. അപ്പോൾ ഈ സി എന്നുള്ളത് മാൻഡേറ്ററി അല്ല, പക്ഷേ നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്ററും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സോഴ്സും അല്ലെങ്കിൽ ലോഡും തമ്മിലൊരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ്, 5 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ഈ സി എൻ എന്നുള്ളൊരു കപ്പാസിറ്റർ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദ ഔട്ട്പുട്ട് കപ്പാസിറ്റർ സി ഔട്ട് മേ നോട്ട് ബി നീഡഡ്, ബട്ട് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് improve the transient response of the regulator. The capacitor also reduces the noise present in the output. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷനിൽ മാൻഡേറ്ററി എന്ന് പറയാൻ പറ്റില്ല സീനും സി ഔട്ടും. സീനും സി ഔട്ടും സ്പെഷ്യൽ കേസസിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത്. സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പവർ സപ്ലൈ ഫിൽറ്ററും അതുപോലെ റെഗുലേറ്ററും തമ്മിൽ 5 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ സീനുള്ള കപ്പാസിറ്റർ യൂസ് ചെയ്യും. ഇപ്പോൾ മേ ബി നമ്മുടെ ഔട്ട്പുട്ടിൽ നോയ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് ആ നോയ്സ് റിഡക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ സി ഔട്ട് എന്നുള്ള കപ്പാസിറ്റർ യൂസ് ചെയ്യും. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വി ഇൻ ആൻഡ് വി ഔട്ട് ഈസ് കോൾഡ് ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി പറയുന്ന പേരാണ് ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ നമ്മളൊരു 3 ടെർമിനൽ ഐ സി റെഗുലേറ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു 3 ടെർമിനൽ ഐ സി റെഗുലേറ്ററിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രം എല്ലാവരും നോക്കുക. ഇങ്ങനെയാണ് ബേസിക് ബ്ലോക്ക് ഡയഗ്രം. അപ്പോൾ നമ്മളിവിടെ ആദ്യം യൂസ് ചെയ്യുന്നത് ഒരു കമ്പാരേറ്ററാണ്. നിങ്ങൾ കണ്ടോ, ഇതാണ് ഒരു കമ്പാരേറ്റർ. ഈ കമ്പാരേറ്ററിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ റെഫറൻസ് ഇൻപുട്ടായിട്ടും അല്ലേ, ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ അറേഞ്ച്മെൻറ്റ് വഴി ഇൻപുട്ടും കൊടുക്കും അല്ലേ. അപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ റെഫറൻസ് അപ്ലൈ ചെയ്തു, ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് വഴി നമ്മളൊരു പാർട്ട് ഓഫ് ഔട്ട്പുട്ട് എടുത്തു. അപ്പോൾ ഈ കമ്പാരേറ്ററിലേക്ക് വരുന്ന 2 ഇൻപുട്ടുകൾ, ഒന്ന് നമ്മുടെ റെഫറൻസ് ഇൻപുട്ടും ഒന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും. ഓക്കെ, ഈ കമ്പാരേറ്റർ സിഗ്നലിനെ നമുക്ക് കൺട്രോൾ സിഗ്നൽ എന്ന് പറയാം. ഈ കൺട്രോൾ സിഗ്നലിനെ ഞാൻ തെർമൽ ഷട്ട് ഡൗൺ ആൻഡ് കറണ്ട് ലിമിറ്റിംഗ് സർക്യൂട്ടിലേക്കും ഒരു സീരീസ് പാസ് ട്രാൻസിസ്റ്ററിലേക്കും കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ടിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരു കമ്പാരേറ്റർ വെച്ചിട്ട് അല്ലേ ഒരു റെഫറൻസ് വോൾട്ടേജായിട്ട് കമ്പയർ ചെയ്തിട്ട് ഈ ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിൽ എന്താണ് ഒരു സീരീസ് പാസ് ട്രാൻസിസ്റ്റർ എന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാം. ഈ സീരീസ് പാസ് ട്രാൻസിസ്റ്റർ എന്താണെന്ന്. ഈ സീരീസ് പാസ് ട്രാൻസിസ്റ്റർ എന്തിന് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ വളരെ ക്വിക്കായിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസിസ്റ്റർ വോൾട്ടേജ് റെഗുലേറ്റർ ഒന്ന് പഠിക്കണം. ട്രാൻസിസ്റ്റർ വോൾട്ടേജ് റെഗുലേറ്റർ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ഇരിക്കുന്നത്. എങ്ങനെയാണ്? നമ്മളൊരു സെനർ ഡയോഡ് യൂസ് ചെയ്തു അല്ലേ, ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തു. അപ്പോൾ ജനറൽ കേസിൽ സെനർ ഡയോഡിൻ്റെ VZ ആയിരിക്കണം ഔട്ട്പുട്ടിൽ ഉണ്ടാവേണ്ടത്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണ് ഔട്ട്പുട്ട്. ട്രാൻസിസ്റ്ററും സെനർ ഡയോഡുമാണ് ആക്ച്വലി ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജിന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മൾ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന സെനർ ഡയോഡിൻ്റെ പ്രത്യേകത, സെനർ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയിരിക്കും. അപ്പോൾ സെനർ ഡയോഡ് എങ്ങനെയായിരിക്കും? ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പൊട്ടൻഷ്യൽ വരും, ആ പൊട്ടൻഷ്യലാണ് VBE പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മൊത്തം ഔട്ട്പുട്ട് വോൾട്ടേജ് സെനർ ഡയോഡിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക, എന്തിന് ഡിപ്പെൻഡ് ചെയ്യും? നമ്മളെ ട്രാൻസിസ്റ്ററിൻ്റെ VBE ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് 2 ബാറ്ററികൾ ഇരിക്കുന്നത്? ഒരു മൈനസ് പ്ലസും ഒരു പ്ലസ് മൈനസും. 2 ബാറ്ററികൾ നമ്മൾ തല തിരിച്ച് വെച്ച് എങ്ങനെ ഉണ്ടാവും? അതേ ഒരു എഫക്റ്റാണ്. അപ്പോൾ ഈ മൈനസ് പ്ലസ് എന്നുള്ളത് ആക്ച്വലി VZും ഈ പ്ലസ് മൈനസ് എന്നുള്ളത് VB ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VZ - VB ആയും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക, നമ്മൾ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിലാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ
5 വോൾട്ട് സെനർ വോൾട്ടേജ് ഉള്ളൊരു സെനർ ഡയോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 4.3 വോൾട്ട് ആയിരിക്കും എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക. VB എന്ന് പറഞ്ഞത് സിലിക്കൺ ആണെങ്കിൽ 0.7ഉം ജർമ്മനി ആണെങ്കിൽ 0.3 ആണല്ലോ. അപ്പോൾ ഇതാണ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്, സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഒപ്പാം സർക്യൂട്ടിൽ നമ്മളിവിടെ ഒരു സീരീസ് പാസ് ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, ഒരു സീരീസ് പാസ് ട്രാൻസിസ്റ്റർ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ബേസിക്കലി ഈ ഒരു സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററാണ് പറയുന്നതെങ്കിൽ നമ്മളിവിടെ വ്യത്യാസം വരുത്തുന്നത്, നമ്മൾ ഇപ്പോൾ പറഞ്ഞ കേസിൽ എന്തായിരുന്നു, നമ്മുടെ ട്രാൻസിസ്റ്റർ എന്നുള്ളത് ഔട്ട്പുട്ടിന് സീരീസ് ആയിരുന്നു. ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്റർ എന്നുള്ളത് ഔട്ട്പുട്ടിന് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഷണ്ട് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് അല്ലേ, ജസ്റ്റ് അതിൻ്റെ പൊസിഷനിൽ നമ്മൾ ചേഞ്ച് വരുത്തി. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് സെനർ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണല്ലോ. സോ അത് പ്ലസ് മൈനസ്, ഇവിടെ ഒരു VB വരുന്നുണ്ട് പ്ലസ് മൈനസ്. അപ്പോൾ 2 ബാറ്ററീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് VZ + VB ആയിരിക്കും. സീരീസ് ആണെങ്കിലോ VZ - VB ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് വെച്ചാൽ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവാനാണ്. അപ്പോൾ സീരീസ് ഷണ്ട് എന്നുള്ള രീതി 2 രീതിയിൽ നമുക്ക് വോൾട്ടേജ് റെഗുലേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഫിക്സ്ഡ് വോൾട്ടേജ് റെഗുലേറ്ററിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, സീരീസ് പാസ് ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ് അല്ലേ. അപ്പോൾ നമുക്കിനി ജസ്റ്റ് നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള IC വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ ഓൾറെഡി കറണ്ട് ലിമിറ്റിങ്ങിൻ്റെ ഒരു പാർട്ടുണ്ട്, തെർമൽ ഷട്ട് ഡൗണിനൊരു പാർട്ടുണ്ട്, സീരീസ് പാസ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കമ്പാരേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തിയറി നമുക്ക് നോക്കാം. ദിസ് ഈസ് ബേസിക്കലി എ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ. എ പാർട്ട് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ടേക്കൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ഫോംഡ് ബൈ R1 R2. അപ്പോൾ R1നും R2നും ഇൻബിറ്റ്വീനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിവൈഡറിലൂടെയാണ് നമ്മൾ ഒരു ഔട്ട്പുട്ട് പാർട്ട് കമ്പാരേറ്ററിലേക്ക് എടുക്കുന്നത്. എ പാർട്ട് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ടേക്കൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ഫോംഡ് ബൈ R1 R2. നമ്മൾ പറഞ്ഞു ദിസ് ഇസ് കമ്പയർഡ് വിത്ത് ദി റെഫറൻസ് വോൾട്ടേജ് V റെഫറൻസ് ഇൻറ്റേർണലി ജനറേറ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ജനറേറ്റർ. അപ്പോൾ നമ്മളവിടെ ഒരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഈ V റെഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആക്ച്വലി കമ്പാരേറ്റർ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും അല്ലേ. ആഫ്റ്റർ ദി കമ്പാരിസൺ എ കൺട്രോൾ സിഗ്നൽ ഈസ് ജനറേറ്റഡ് വിച്ച് ഈസ് അപ്ലൈഡ് ത്രൂ ദി പ്രൊട്ടക്റ്റീവ് സർക്യൂട്ട് ടു ദി സീരീസ് പാസ് ട്രാൻസിസ്റ്റർ വർക്കിംഗ് ആസ് എ കൺട്രോൾ എലമെൻറ്റ്. അപ്പോൾ നമ്മളിവിടെ കൺട്രോൾ എലമെൻറ്റ് യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്ററിലേക്കാണ് നമ്മൾ കമ്പയർ ചെയ്ത കൺട്രോൾ സിഗ്നൽ റിസൾട്ട് നമ്മൾ പാസ് ചെയ്യുന്നത് അല്ലേ. ദിസ് എലമെൻറ്റ് വർക്ക്സ് ആസ് എ വേരിയബിൾ റെസിസ്റ്റൻസ്. ദിസ് കൺട്രോൾ സിഗ്നൽ അഡ്ജസ്റ്റ് ദി കൺട്രോൾ എലമെൻറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് റിമൈൻ കോൺസ്റ്റൻറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെയാണ്. ദ തെർമൽ ഷട്ട് ഡൗൺ മീൻസ് ദാറ്റ് ദ ചിപ്പ് വിൽ ഓട്ടോമാറ്റിക്കലി ടേൺ ഇറ്റ് സെൽഫ് ഓഫ് വെൻ ദ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ എക്സീഡ്സ്. ദ കറണ്ട് ലിമിറ്റിംഗ് സർക്യൂട്ട് വിൽ പ്രൊട്ടക്ട് ദി ചിപ്പ് ഫ്രം എക്സസീവ് ലോഡ് കറണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള 3 ടെർമിനൽ ഫിക്സ്ഡ് വോൾട്ടേജ് റെഗുലേറ്ററിൽ നമുക്കൊരു തെർമൽ ഷട്ട് ഡൗൺ എലമെൻറ്റും ഒരു കറണ്ട് ലിമിറ്റിംഗ് എലമെൻറ്റും ഉണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, കറണ്ട് കൂടുതലാണെങ്കിൽ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ, അതുപോലെ ഹൈ ടെമ്പറേച്ചർ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിലേ കട്ടായി പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ തെർമലി ഷട്ട് ഡൗൺ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിംഗ്, നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ടിന് നമ്മൾ ഇൻപുട്ടിലേക്ക് തന്നെ ഫീഡ്ബാക്ക് ചെയ്യും. ഔട്ട്പുട്ടുകൾ സപ്പോസ് കൂടുകയാണെങ്കിൽ നമുക്ക് ഈ കമ്പാരേറ്റർ സർക്യൂട്ട് വഴി എന്ത് ചെയ്യാം, നമ്മൾ ഈ കൺട്രോൾ സിഗ്നലിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 3 ടെർമിനൽ ഫിക്സ്ഡ് വോൾട്ടേജ് റെഗുലേറ്റർ വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫിക്സ്ഡ് വോൾട്ടേജ് റെഗുലേറ്ററിനെ കുറിച്ചാണ്, IC ഫിക്സ്ഡ് വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ നമ്മൾ സിലബസിൽ തന്നെ പറഞ്ഞു നമുക്ക് 2 ടൈപ്പ് ഫിക്സ്ഡ് വോൾട്ടേജ് റെഗുലേറ്റർ പഠിക്കാനുണ്ട്, 78XX 79XX. So there are basically 2 types of 3 terminal fixed voltage regulator ICs are available. One is positive output and other has negative output, but the output voltage is fixed. അപ്പോൾ ഒന്ന് പോസിറ്റീവിന് വേണ്ടി ഒന്ന് നെഗറ്റീവിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 78 എന്നുള്ളത് പോസിറ്റീവ് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടും 79 എന്നുള്ളത് നെഗറ്റീവ് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 78XX സീരീസാണ് ഞാൻ ആദ്യം പറയുന്നത്. ദിസ് ഇസ് എ പോസിറ്റീവ് റെഗുലേറ്റർ. The first 2 digit 78 indicates that the output voltage is positive. The second 2 digit XX indicate that the output voltage of a regulator. അപ്പോൾ 78 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഔട്ട്പുട്ട് ആണെന്നും 78ന് ശേഷമുള്ള 2 നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജുമാണ്. അപ്പോൾ ഇതിന് ഏറ്റവും മോസ്റ്റ് പോപ്പുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 78XX സീരീസ് എന്ന് പറയുന്നത് 7805 ആണ്, 7812 ആണ്, 7815 ആണ്. 7805 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ട്,
7812 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 12 വോൾട്ട്, 7815 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 15 വോൾട്ട്. ഇതാണ് നമ്മൾ കൂടുതൽ, അപ്പോൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് ആക്ച്വലി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ തന്നെയാണ് 79XX. ഇതൊരു നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. 79 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആണെന്നും 70ന് ശേഷമുള്ള ഈ XX ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിൽ എത്ര വോൾട്ടേജ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ബ്രാക്കറ്റിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന XX ആണ്. ഇപ്പോൾ 7905 ആണെങ്കിൽ -5 വോൾട്ട്, 7912 ആണെങ്കിൽ -12 വോൾട്ട്, 7915 ആണെങ്കിൽ -15 വോൾട്ട്. ഇങ്ങനെയായിരിക്കും വോൾട്ടേജ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി 78XX സീരീസും 79XX സീരീസ് തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നോക്കാം ഈ IC വോൾട്ടേജ് റെഗുലേറ്ററിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് 7805 ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ടാണ്. 7806 ആണെങ്കിൽ 6 വോൾട്ട്, 7808 ആണെങ്കിൽ 8 വോൾട്ട്, 7812 ആണെങ്കിൽ 12 വോൾട്ട്, 7815 ആണെങ്കിൽ 15 വോൾട്ട്, 7818 ആണെങ്കിൽ 18 വോൾട്ട്, 7824 ആണെങ്കിൽ 24 വോൾട്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 7 ഡിഫറെൻറ്റ് പാക്കേജസ് നമുക്ക് എന്തിൽ പോസിബിൾ ആവും? 78XX എന്നുള്ള ICയിൽ പോസിബിൾ ആവും. ഇതുപോലെ തന്നെ 79XXലും 7905, 7906, 7908, 7912, 7915, 7918, 7924 ഇതിൻ്റെയൊക്കെ വോൾട്ടേജ് -5, -6, -8, -12, -15, -18, -24 ഇങ്ങനെയാണ് ആക്ച്വലി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഇത് പറയുക. അപ്പോൾ നമ്മൾ രണ്ടിലും 7 ടൈപ്പാണ് പറഞ്ഞത് അല്ലേ? 78XXലും 79XXലും. ഇതിന് പുറമെ 2 അഡീഷണൽ മെത്തേഡും കൂടി നമുക്ക് 79ൽ പഠിക്കാനുണ്ട്. സോ ദ 79XX സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ആർ അവൈലബിൾ വിത്ത് സെയിം 7 ഓപ്ഷൻസ് ആസ് 78XX. In addition, 2 extra voltages -2 volt and -5.2 volt are also available with the IC 7902 and 7905.2. അപ്പോൾ ഈ 7 പാക്കേജിന് പുറമെ നമ്മൾ 7902 യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് -2 വോൾട്ടാണ്. അതുപോലെ നമ്മൾ 7905.2 വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യാറുണ്ട്. അത് എത്രയാണ്? -5.2 വോൾട്ടാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഈ 9 ഡിഫറെൻറ്റ് വെറൈറ്റീസ് എന്തിനുണ്ട് ശരിക്ക്? 79 സീരീസിനുണ്ട്. 78 സീരീസിന് എത്രയേ ഉള്ളൂ? 7 ഡിഫറെൻറ്റ് വെറൈറ്റീസേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ പാക്കേജസ് നോക്കുകയാണെങ്കിൽ 2 ബേസിക് പാക്കേജിലാണ് നമ്മൾ ഈ 78XX സീരീസും 79XX സീരീസും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് TO3 അല്ലെങ്കിൽ ടൈപ്പ് മെറ്റൽ പാക്കേജും രണ്ടാമത്തെ TO220 ടൈപ്പ് പ്ലാസ്റ്റിക് പാക്കേജുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടും നോക്കിയാൽ മനസ്സിലാവും. മെറ്റൽ പാക്കേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 പിൻ ഉണ്ടാവും, ഇൻപുട്ടും ഔട്ട്പുട്ടും ഗ്രൗണ്ടും. ഈ ഗ്രൗണ്ട് എന്നുള്ളത് ആ കേസാണ് അതിൻ്റെ ഗ്രൗണ്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് TO220 നോക്കുകയാണെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് പാക്കേജാണ്. നിങ്ങൾ നോക്ക് 3 പിന്നുകൾ വരുന്നുണ്ട്, ഒന്ന് ഇൻപുട്ടും ഒന്ന് ഗ്രൗണ്ടും ഒന്ന് ഔട്ട്പുട്ടും. അപ്പോൾ ഇതാണ് ബേസിക്കലി അതിൻ്റെ ഡിഫറെൻറ്റ് പാക്കേജസ് എന്ന് പറയുന്നത്. സോ ദർ ആർ 2 series available in various versions like low power and high power versions. The low power are available in plastic or metal packages like small signal transistors. High power versions are packed in TO3 type metal can or TO220 type plastic modulated package like power transistor. അപ്പോൾ പവർ ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുക? TO3യിൽ യൂസ് ചെയ്യുക. TO3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏതാ? TO3 TO220 നമ്മൾ പവർ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുക. കാരണം അത് ഹൈ പവർ വേർഷൻസ് ആണ്. ലോ പവർ വേർഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ഇതേ 2 പാക്കേജസ് യൂസ് ചെയ്യാം, പക്ഷേ അതിൻ്റെ പവർ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലുള്ള പാക്കേജസ് പ്രാക്ടിക്കലി എന്താണ്? പോസിബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലീനിയർ IC റെഗുലേറ്റേഴ്സിൻ്റെ കുറച്ച് കോമൺ സ്പെസിഫിക്കേഷൻസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന സ്പെസിഫിക്കേഷൻസ് തന്നെയാണ്. ഫസ്റ്റ് വൺ ആണ് ലൈൻ റെഗുലേഷൻ. So it is defined as the change in output voltage for a given change in input voltage. നമ്മൾ ട്രാൻസിസ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ ഈ ലൈൻ റെഗുലേഷൻ ലോഡ് റെഗുലേഷനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. അപ്പോൾ എന്താണ് ലൈൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളൊരു വോൾട്ടേജ് റെഗുലേറ്റർ എടുക്കുകയാണ് അല്ലേ? ആ വോൾട്ടേജ് റെഗുലേറ്റർ എടുക്കുമ്പോൾ ബേസിക്കലി നമ്മൾ എത്ര ഇൻപുട്ട് വോൾട്ടേജിൽ എത്ര ചേഞ്ചസ് വരുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഔട്ട്പുട്ട് ചേഞ്ച് വരുന്നു, ഇതിനെയാണ് നമ്മൾ ലൈൻ റെഗുലേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വരുന്നു എന്നാണ് എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലൈൻ റെഗുലേഷൻ. സെക്കൻഡ് വൺ ആണ് ലോഡ് റെഗുലേഷൻ. ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ എ ഗിവൺ റേഞ്ച് ഓഫ് ലോഡ് കറണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ലോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് മാറ്റമാണ്
നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന് സംഭവിക്കുന്നത്. അപ്പോൾ ലൈൻ റെഗുലേഷനും ലോഡ് റെഗുലേഷനും ഗുഡ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് എത്ര ചേഞ്ച് ചെയ്താലും ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആവുന്നൊരവസ്ഥയാണ് ലൈൻ റെഗുലേഷൻ. ലോഡ് എത്ര ചേഞ്ച് ചെയ്താലും ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആവുന്നൊരവസ്ഥയാണ് ലോഡ് റെഗുലേഷൻ. എല്ലാവർക്കും അറിയാവുന്ന ജനറൽ കാര്യമാണ്, നമ്മൾ ഡാറ്റ ഷീറ്റ് സ്പെസിഫിക്കേഷനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മൂന്നാമത്തെയാണ് റിപ്പിൾ റിജക്ഷൻ. അപ്പോൾ നമ്മളൊരു ഫിക്സ്ഡ് IC വോൾട്ടേജ് റെഗുലേറ്റർ എടുക്കുകയാണ്. റിപ്പിൾ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ് റെഗുലേറ്റേഴ്സ് എബിലിറ്റി ടു റിജക്ട് ദി റിപ്പിൾ വോൾട്ടേജ് പ്രസൻറ്റ് ഇൻ ദി ഇൻപുട്ട്. ഇൻപുട്ടിൽ വരുന്ന റിപ്പിൾസിനെ എന്ത് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിനെയാണ് നമ്മൾ റിപ്പിൾ റിജക്ഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്ക് ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ്. അപ്പോൾ ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് എ മിനിമം വോൾട്ടേജ് ദാറ്റ് മസ്റ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഈ പോയിന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് അല്ലേ? ഈ പോയിന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയും. ഏത് ഈ ഒരു ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ് എന്നുള്ളൊരു ബേസിക് കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ എടുക്കുകയാണെങ്കിൽ ആ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ് എന്ന് പറയാം. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും എപ്പോഴും എന്ത് ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അടുത്താണ് മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ്. ദ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എ റെഗുലേറ്റർ സേഫ്ലി. ഒരു റെഗുലേറ്ററിലേക്ക് സേഫായിട്ട് മാക്സിമം എത്ര ഇൻപുട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് എന്നുള്ള പാരാമീറ്റർ പറയുന്നത്. ആറാമത്തെയാണ് മാക്സിമം പവർ ഡിസിപ്പേഷൻ. ദിസ് ഈസ് ദി മാക്സിമം പവർ വിച്ച് റെഗുലേറ്റർ ക്യാൻ ഡിസിപ്പേറ്റ് വിത്തൗട്ട് ഡാമേജ്. നമ്മുടെ ഡിവൈസ് ഡാമേജ് ആവാതെ തന്നെ മാക്സിമം എത്ര പവറിനെ ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നിന്നാണ് മാക്സിമം പവർ ഡിസിപ്പേഷൻ പറയുന്നത്. ഏഴാമത്തെ പാരാമീറ്ററാണ് റേറ്റഡ് ഔട്ട്പുട്ട് കറണ്ട്. ദ മാക്സിമം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കറണ്ട് എബോവ് വിച്ച് ദ കറണ്ട് ലിമിറ്റിംഗ് ഒക്കേഴ്സ്. എന്താ പറയുന്നത്? കറണ്ട് ലിമിറ്റിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, അതല്ലേ? ദ മാക്സിമം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കറണ്ട് എബോവ് വിച്ച് ദ കറണ്ട് ലിമിറ്റിംഗ് ഒക്കേഴ്സ്. അപ്പോൾ കറണ്ട് ലിമിറ്റിംഗ് ഒക്കർ ചെയ്യുന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള വോൾട്ടേജ് കറണ്ടിനെയാണ് നമ്മൾ റേറ്റഡ് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്. എട്ടാമത്തെയാണ് ഔട്ട്പുട്ട് നോയ്സ് വോൾട്ടേജ്. ദ ടെൻഡൻസി ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഫ്ലക്ച്വേറ്റ് എബോവ് ഇറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് DC വാല്യൂ ഓവർ എ സ്പെസിഫൈഡ് ഫ്രീക്വൻസി റേഞ്ച്. എന്താ പറയുന്നത്? ദ ടെൻഡൻസി ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഫ്ലക്ച്വേറ്റ് എബോവ് ഇറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് DC വാല്യൂ. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അൺവാണ്ടഡ് ഫോം ഓഫ് എനർജിയാണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി എന്തായിരിക്കും ഔട്ട്പുട്ട് നോയ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? ദ ടെൻഡൻസി ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഫ്ലക്ച്വേറ്റ് എബോവ് ഇറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് DC വാല്യൂ. DC വാല്യൂക്ക് മേലെ ഒരു വോൾട്ടേജ് വരാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ എന്ത് പറയുക? ഔട്ട്പുട്ട് നോയ്സ് വോൾട്ടേജ് എന്ന് പറയാം. 5 വോൾട്ട് ആണെങ്കിൽ 5.2 വോൾട്ട് എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന റിമൈനിങ് വോൾട്ടേജ് നോയ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ലാസ്റ്റ് പാരാമീറ്ററാണ് മാക്സിമം ഓപ്പറേറ്റിംഗ് ജംഗ്ഷൻ ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ജംഗ്ഷൻ ടെമ്പറേച്ചർ എബോവ് വിച്ച് ദ തെർമൽ ഷട്ട് ഡൗൺ ഒക്കേഴ്സ്. തെർമൽ ഷട്ട് ഡൗണിൻ്റെ ബേസിൽ നമ്മൾ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? മാക്സിമം ഓപ്പറേറ്റിംഗ് ജംഗ്ഷൻ ടെമ്പറേച്ചർ എന്ന് പറയുക. അപ്പോൾ ഇത്രയും 9 പാരാമീറ്റേഴ്സാണ് നമുക്ക് ഡാറ്റ ഷീറ്റ് സ്പെസിഫിക്കേഷനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരുപാട് ടൈപ്പ് വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ടെന്ന്. അപ്പോൾ അത് ഓരോന്നും 1 by 1 ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതിൽ എത്ര പ്രാക്ടിക്കൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ ഒരു ടൈപ്പ് വോൾട്ടേജ് റെഗുലേറ്റർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മൾ പഠിക്കുന്ന വോൾട്ടേജ് റെഗുലേറ്റർ 5 വോൾട്ട് പവർ സപ്ലൈ യൂസിങ് 7805 ആണ്. 7805 എന്നുള്ളൊരു സീരിയൽ നമ്പറുള്ള ഒരു പവർ സപ്ലൈ ഒരു റെഗുലേറ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് 7812 7905 ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്ക് 7805 എന്നുള്ളത് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് റെഗുലേറ്ററാണ്. അപ്പോൾ 7805 ഇസ് എ 3 terminal ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ IC വിത്ത് ഫിക്സ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ട് വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് അപ്ലിക്കേഷൻ. 5 വോൾട്ട് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ. ദേ ആർ അവൈലബിൾ ഇൻ സെവറൽ IC പാക്കേജസ് ലൈക്ക് TO220, SOT223, TO263, TO3. ഔട്ട് ഓഫ് ദിസ് TO220 പാക്കേജ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. അപ്പോൾ ഇതും മെറ്റലും പ്ലാസ്റ്റിക് അറേഞ്ച്മെൻറ്റിൽ നമുക്ക് 4-5 ഡിഫറെൻറ്റ് പാക്കേജസ് ആയിട്ട് 7805 ക്ലാസിഫൈ ചെയ്യാം. TO220, SOT223, TO263, TO3. ഈ 4 പാക്കേജസ് നമ്മൾ ഏറ്റവും കൂടുതൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന 7805 എന്ന് പറയുന്നത് ഏതാണ്? TO220 ആണ്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു 7805 വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പിൻ ഔട്ട് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇതിൽ ഫസ്റ്റ് പിന്ന് ഗ്രൗണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഫസ്റ്റ് പിന്ന് ഇൻപുട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, സെക്കൻഡ് പിന്ന് ഗ്രൗണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, തേർഡ് പിന്ന് ഔട്ട്പുട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്?
പിൻ നമ്പർ 1 എന്ന് പറയുന്ന ഇൻപുട്ടാണ്, പിൻ നമ്പർ 2 എന്ന് പറയുന്ന ഗ്രൗണ്ടാണ്, പിൻ നമ്പർ 3 എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് 7. അപ്പോൾ ഈ 3 എന്ന് പറയുന്ന പിന്നിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും 5 വോൾട്ട് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു 7805 ICയുടെ ബേസിക് ആയിട്ടുള്ള പിൻ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ 7805 ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു IC പാക്കേജാണ്. അപ്പോൾ അതിൽ കുറച്ച് പാരാമീറ്റേഴ്സ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പാരാമീറ്ററാണ് ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ്. VIN മൈനസ് V ഔട്ട് അല്ല ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ്, 2 വോൾട്ട് ആയിരിക്കണം ഇതിന് ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ്. ഇതിൽ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 7 മുതൽ 35 വോൾട്ട് വരെ. 5 വോൾട്ടാണ് ഔട്ട്പുട്ട് ഇട്ടുണ്ടെങ്കിലും 7 മുതൽ 35 വോൾട്ട് വരെ ഇൻപുട്ട് അപ്ലൈ ചെയ്താലാണ്. അപ്പോൾ ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ് 2 വോൾട്ട് ഉണ്ടല്ലോ, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിൽ മിനിമം 2 വോൾട്ടിൻ്റെ വ്യത്യാസം വരണം. അപ്പോൾ മിനിമം ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 7 വോൾട്ടും മാക്സിമം എന്ന് പറയുന്നത് 35 വോൾട്ടാണ്. അപ്പോൾ 7 മുതൽ 35 വോൾട്ട് വരെ എന്ത് വോൾട്ടേജ് ഇൻപുട്ട് വന്നാലും ഔട്ട്പുട്ട് ഫിക്സഡ് ആയിട്ടുള്ള 2 വോൾട്ട് ആയിരിക്കും, 5 വോൾട്ട് ആയിരിക്കും അല്ലേ. അടുത്താണ് ഈ ഒരു 7805 ICയുടെ കറണ്ട് റേറ്റിംഗ് പറയാനുള്ളത് 1 ആംപിയർ ആണ്. അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി പറയുമ്പോൾ 5 വോൾട്ട് എന്ന് പറയും, പക്ഷേ ഐഡിയലി പറയുമ്പോൾ നമ്മൾ 5 വോൾട്ട് എന്ന് പറയും, പക്ഷേ പ്രാക്ടിക്കലി പറയുമ്പോൾ 5 വോൾട്ടിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ 5 വോൾട്ടിൽ മാക്സിമം 5.2 വോൾട്ട് വരെ വി മാക്സ് വരാം, മിനിമം 4.8 വോൾട്ട് വരെ വി മിനിമം വരാം. അപ്പോൾ ഇതാണ് ഒരു 7805 ICയുടെ ബേസിക് സ്പെസിഫിക്കേഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു 7805 IC റെഗുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ബേസിക് പവർ സപ്ലൈ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ബേസിക് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ കാണാം, ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ കാണാം, ഒരു ഫിൽറ്റർ കാണാം. അതിനുശേഷമാണ് നമ്മളൊരു 7805 IC കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രാം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് പറയാനുള്ളത്. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് IC അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിരുന്നു. അപ്പോൾ എന്താണ് അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ? സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ടെർമിനൽ അഡ്ജസ്റ്റബിൾ റെഗുലേറ്റർ ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മുടെ നീഡ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. സോ ബിസൈഡ്സ് ഫിക്സ്ഡ് വോൾട്ടേജ് റെഗുലേറ്റർ, IC voltage regulators are available which allows the adjustment of output voltage. The output voltage can be adjusted from 1.2 volt to as high as 57 volt with the help of such regulator. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1.2 വോൾട്ട് മുതൽ 57 വോൾട്ട് വരെ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമ്മുടെ നീഡ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. So in such regulators, ICs, the common terminal plays the role of control input and hence called adjustment terminal. അപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നമ്മൾ അഡീഷണലി യൂസ് ചെയ്യുന്ന ഒരു ടെർമിനലിന് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ADJ ടെർമിനൽ എന്ന് പറയും. അത് വെച്ചിട്ടാണ് നമുക്ക് ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന് എന്ത് ചെയ്യാൻ പറ്റുക, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഒരുപാട് ടൈപ്പ് അഡ്ജസ്റ്റബിൾ റെഗുലേറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് LM317 ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച് വരുന്നത് +1.2 വോൾട്ട് ടു 57 വോൾട്ട്. ഇത് ഒരു തവണ PSCക്ക് ചോദിച്ചപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. PSCക്ക് ചോദിച്ചപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ +1.2 വോൾട്ട് ടു 37 വോൾട്ട് എന്നായിരുന്നു ആൻസർ കീയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് ബുക്കുകളൊക്കെ പറയുന്നത് 1.2 വോൾട്ട് മുതൽ 57 വോൾട്ട് വരെയാണ് LM317ൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ PSCയുടെ ആൻസർ കീയിൽ ഞാൻ പറഞ്ഞു ഈ +1.2 ടു 57 വോൾട്ട് എന്നുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അതിന് പകരം +1.2 വോൾട്ട് ടു 37 വോൾട്ട് എന്നായിരുന്നു ആൻസർ കീയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് 1.5 ആംപിയർ ആണ് ജനറലി. ഓക്കെ, LM317ൻ്റെ. LM337 ഈ 317 വരെ 337 ആക്കിയപ്പോൾ നമുക്ക് -1.2 വോൾട്ട് ടു -47 വോൾട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിയത്. ഔട്ട്പുട്ട് കറണ്ട് എത്രയാണ്, 1.5 ആംപിയർ. LM358 നോക്കുകയാണെങ്കിൽ +1.2 വോൾട്ട് ടു 32 വോൾട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്, 5 ആംപിയർ ആണ് ഔട്ട്പുട്ട് കറണ്ട്. LM350 നോക്കുകയാണെങ്കിൽ +1.2 വോൾട്ട് ടു 32 വോൾട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്, 3 ആംപിയർ ആണ് ആക്ച്വലി ഇതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഔട്ട്പുട്ട് വോൾട്ടേജ് റേറ്റിംഗ് സെയിം ആണ്, പക്ഷേ കറണ്ട് റേറ്റിങ്ങിനനുസരിച്ചാണ് ഇതിൻ്റെ നമ്പറിൽ വ്യത്യാസം വന്നത്. LM396 1.25 വോൾട്ട് ടു 15 വോൾട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്, 10 ആംപിയർ ആണ് ഔട്ട്പുട്ട് കറണ്ട്. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് പോസിബിൾ ആണ്. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ പഠിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് LM317 ആണ്. LM317 ഈസ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് 3 ടെർമിനൽ അഡ്ജസ്റ്റബിൾ റെഗുലേറ്റർ. These devices are available in variety of packages which can be easily mounted and handled. The power rating of such regulator is 1.5 ampere. The maximum input voltage is 40 volt. അപ്പോൾ 40 വോൾട്ട് അല്ല, മാക്സിമം ഇൻപുട്ടാണ് പറയുന്നത് കേട്ടോ. ഇൻപുട്ടിൽ
40 വോൾട്ട് വരെ മാക്സിമം വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ LM317ൻ്റെ കണക്ഷൻ ഡയഗ്രം നോക്കുക. ഇങ്ങനെയാണ് കണക്ഷൻ ഡയഗ്രം വരുന്നത്. അപ്പോൾ അതിൻ്റെ പിൻ അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 3 പിന്നുകൾ കാണാം. ഫസ്റ്റ് പിൻ എന്നുള്ളത് അഡ്ജസ്റ്റ് പിന്നും, സെക്കൻഡ് വണ്ണ് വി ഔട്ടും, തേർഡ് വണ്ണ് വി ഇന്നുമാണ് അല്ലേ. നമ്മൾ തേർഡിലേക്ക് ഇൻപുട്ട് കൊടുക്കും, നമുക്ക് സെക്കൻഡിൽ ഔട്ട്പുട്ട് കിട്ടും. ഈ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ പിന്നാണ്. അതുപോലെ ഹീറ്റ് സിങ്ക് കണക്ട് ചെയ്തിരിക്കുന്നതും പിൻ നമ്പർ 2ലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു IC LM317 വരുന്നത് ജനറലി. ഇതിൽ ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ R2 എന്നുള്ളത് ഒരു അഡ്ജസ്റ്റബിൾ, ഈ R2 R1 എന്നുള്ള 2 റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, നമുക്കൊരു കോൺസ്റ്റൻ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ R1 എന്നുള്ളത് ഒരു ഫിക്സഡ് റെസിസ്റ്ററും R2 എന്നുള്ളത് ആക്ച്വലി ഒരു വേരിയബിൾ റെസിസ്റ്ററുമാണ്. അത് നമ്മൾ തിയറിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ദ LM317 റിക്വയർ ഓൺലി 2 external resistances R1 and R2. R1 is fixed and R2 is a variable to set the required output voltage. Internally, it generates a reference voltage of 1.25 volt between out and edge terminal, which is denoted by V reference. This voltage is impressed across the resistance R1. For a constant VREF, R1 current IR1 is also constant. The resistor is called current set resistor or program resistor. അപ്പോൾ ബേസിക്കലി 1.25 വോൾട്ടാണ് നമ്മൾ റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്കറിയാം R1 എന്നുള്ളത് ഒരു ഫിക്സഡ് റെസിസ്റ്ററാണ്. ഈ R1ലൂടെ ഒഴുകുന്ന കറണ്ടിനെ നമ്മൾ ബേസിക്കലി പറയുന്ന പേരാണ് എന്താണ്, IR1 എന്നുള്ളത് അല്ലേ. ഈ IR1ഉം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ R1 എന്നുള്ള റെസിസ്റ്ററിനെ ജനറലി നമ്മൾ പറയുന്നത് കറണ്ട് സെറ്റ് റെസിസ്റ്റർ അല്ലെങ്കിൽ പ്രോഗ്രാം റെസിസ്റ്റർ എന്നാണ്. ഒന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ R2 എന്നുള്ളത് വേരിയബിളും R1 എന്നുള്ളത് ഫിക്സഡും ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു LM317ൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? So keeping R1 is fixed and varying R2, the output voltage can be adjusted. The program resistor R1 is generally 240 ohm. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ജനറൽ കേസിൽ adjust എന്ന് പറയുന്നത് 100 മില്ലി ആംപിയറും R1 എന്ന് പറയുന്നത് 240 ഓമാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ R1നും adjustനും ഒരു കോമൺ വാല്യൂ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇനി കൂടുതൽ ഒബ്ജക്റ്റീവ് ഡീറ്റെയിൽഡ് പറയാം, ഓരോന്നിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് 1.25 വോൾട്ടാണ് കോൺസ്റ്റൻ്റ് ആയിട്ട്. R1 എന്നുള്ളത് ഡീഫോൾട്ടായിട്ട് 240 ഓമാണ്. R2 എന്നുള്ളത് നമ്മൾ ബേസിക്കലി ചേഞ്ച് ചെയ്യും. അഡ്ജസ്റ്റബിളിനും ഒരു ഫിക്സ്ഡ് വാല്യൂ ഉണ്ട്. ഓക്കെ, 100 മില്ലി ആംപിയർ എന്നാണ് ഞാൻ പറഞ്ഞത്, 100 മൈക്രോ ആംപിയർ ആണ്. അതായത് നമ്മൾ ബൈ ഡീഫോൾട്ട് പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, ഡീഫോൾട്ടായിട്ടുള്ള റെഫറൻസ് വോൾട്ടേജ് എത്രയാണ്? 1.25 വോൾട്ടാണ്. R1ൻ്റെ ഡീഫോൾട്ട് വാല്യൂ എത്രയാണ്? 240 ഓമാണ്. അതുപോലെ അഡ്ജസ്റ്റിൻ്റെ ഒരു വാല്യൂം കോൺസ്റ്റൻ്റ് ആണ്. ഇത് ആക്ച്വലി എന്താണ്, ദിസ് ഈസ് ഓൾസോ എ ഫിക്സ്ഡ് വാല്യൂ വിച്ച് ഈസ് 100 മൈക്രോ ആംപിയർ. 100 മൈക്രോ ആംപിയർ ആണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ജനറലായിട്ട് കേട്ടോ. യെസ്, അപ്പോൾ നമ്മളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ വരിക? ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഈക്വൽ ടു 1.25 ഇൻറ്റു 1 പ്ലസ് R2/R1 പ്ലസ് അഡ്ജസ്റ്റ് ഇൻറ്റു R2 ആണ്. അപ്പോൾ 1.25 എന്നുള്ള ഫിക്സഡ് വോൾട്ടേജ് ആണ്, റെഫറൻസ് വോൾട്ടേജ് ആണ്. R2 എന്നുള്ള രണ്ടാമത്തെ വേരിയബിൾ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. R1 എന്നുള്ളത് നമുക്കറിയാം, ഡീഫോൾട്ട് അറിയാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ കണ്ടുപിടിക്കാം. അപ്പോൾ 1.25 ഇൻറ്റു 1 പ്ലസ് R2/R1 പ്ലസ് അഡ്ജസ്റ്റ് ഇൻറ്റു R2. ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു LM317ൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്.